ഓക്കെ, ഈ കേസിൽ സെൻട്രോമാസ് ലൊക്കേഷൻ ഓഫ് ഗിവൻ ഷേപ്പ്, ഈ ഷേപ്പിന് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു മെത്തേഡിൽ ഒരു ആക്സ് എടുക്കുകയാണ്. ഇതാണെന്ന് കരുതിക്കോ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ എടുക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അഗൈൻ ഈ ഓബ്ജക്റ്റ് വൈ ആക്സിന് അബൌട്ട് സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സി എം എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് തന്നെ പറയാൻ പറ്റും. ഓക്കെ, വൈ സി എം കണ്ടുപിടിക്കണം. എന്നിട്ട് ഞാൻ ഇതിന് മുകളിൽ അപ്പർ പാർട്ട് എന്നുള്ളത് ഒരു ട്രയാങ്കിൾ ഏരിയ ആണ്. അതിന് A1 എടുക്കാം. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ്, ഈ ദൂരം എന്ന് പറയുന്നത് ഞാൻ 200 എടുക്കുകയാണ്. ഈ ഹൈറ്റ് 300 എടുക്കുകയാണ്. അതേപോലെ ഇതും ഓൾമോസ്റ്റ് ഇതിപ്പോൾ 200 ആകുമ്പോൾ ഇത് 100 അല്ലേ വരാൻ പറ്റുള്ളൂ. 100 എടുക്കുക. ക്ലിയർ? ശരി. അങ്ങനെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഏരിയ A1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ വരും. അതായത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരിക്കും. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 200 ആണ്, ഹൈറ്റ് 300 ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 30,000 ഏരിയ കിട്ടും. ഓക്കെ, A2 എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ ഡിസ്കിൻ്റെയാണ്. ഒരു സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ ഏരിയ πr² ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2 വരും. സോ π ഇൻറ്റു 100² ഡിവൈഡ് ബൈ 2 ഏരിയയുമായി. ഇനി സെൻട്രൽ ഓഫ് മാസ് ലൊക്കേഷൻ ആദ്യത്തെ ആളുടേത് x1 y1 നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് 0 വരത്തുള്ളൂ, വൈ എക്സിൻ്റെ സിമെട്രിക് ആണ്. അപ്പോൾ y കോർഡിനേറ്റ് ഡെഫിനറ്റ്ലി ട്രയാങ്കിളാണ്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് h/3 ആയിരിക്കും അല്ലേ. അപ്പോൾ h/3 എന്ന് പറയുമ്പോൾ 300/3 100 കിട്ടും. ഇനി x2 y2 ശ്രദ്ധിച്ചോണേ. x2 y2 എന്ന് പറയുമ്പോൾ y2 സെൻട്രൽ മാസ് ലൊക്കേഷൻ ബേസിൽ നിന്ന് താഴേക്കായിരിക്കും എന്നുള്ള നമുക്കറിയാം. ബേസിൽ നിന്നുള്ള ദൂരം എന്നറിയാം. അത് 4r ഡിവൈഡ് ബൈ 3π ആണെന്ന് അറിയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ആയിരിക്കും, താഴേക്കാണ് അല്ലേ, നെഗറ്റീവാണ്. അതുകൊണ്ട് 0, -4r/3π, ആറിൻ്റെ വാല്യൂ 100 ആണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മൈനസ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് YCM കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് A1 y1 പ്ലസ് A2 y2 ഡിവൈഡ് ബൈ A1 പ്ലസ് A2. അപ്പോൾ y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, -4 × 100 ഡിവൈഡ് ബൈ 3π. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് സ്പെഷ്യലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം. ഇതിനൊക്കെ മാർക്കുള്ളതാണ്, ഓരോ സ്റ്റെപ്പിനും മാർക്കുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കുക.